ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇത്ര ചാപ്റ്റേഴ്സും ഇത്ര ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് വെരി നാച്ചുറൽ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് അടിപൊളി ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ സൊല്യൂഷൻ പക്ഷേ റിവീൽ ചെയ്യാൻ പോകുന്നത് ഈ ഞായറാഴ്ച ഈ ടൈമിലായിരിക്കും. നമ്മുടെ ലൈവിൽ ഞാനും അലൻ സാറും വരുന്നതായിരിക്കും. അടിപൊളി സൊല്യൂഷൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആ സൊല്യൂഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ആ ലൈവിൽ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ക്രിസ്മസ് എക്സാം മാത്രമല്ല പബ്ലിക് എക്സാമും കുളവും. അതിൽ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ബേസിക് കാര്യമാണ്, ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങണം. പല കുട്ടികളും സമയം വരട്ടെ ക്രിസ്മസ് എക്സാമിന് ഇനി സമയമുണ്ടല്ലോ, പബ്ലിക് എക്സാമിന് സമയമുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടും നിങ്ങൾ അങ്ങനെ സമയം വരട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ പണി പാളും, നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദി ഏറ്റവും ഹൈ ടൈം ആയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴെങ്കിലും ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും പഠിച്ച് തുടങ്ങാൻ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ മാത്രമേ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിലും ലൈവുകളിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അതാണ് ഫസ്റ്റ് കാര്യം, പഠിച്ച് തുടങ്ങണം. ഓക്കെ, എത്ര പേര് പഠിച്ച് തുടങ്ങി അവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പഠിച്ച് തുടങ്ങാത്തവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ച് തുടങ്ങുമ്പോഴും നിങ്ങൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പഠിച്ച് തുടങ്ങണമെന്ന് തീരുമാനമിടും, എന്നിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങാൻ റെഡിയാവും. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ സെറ്റൊക്കെ ആയി ഇരുന്ന് നല്ല സമാധാനമായിട്ട് ഇരുന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് പഠിക്കാനൊക്കെ തുടങ്ങും. പക്ഷേ അവരുണ്ടാകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഓരോരോ ചാപ്റ്റർ ഇപ്പോൾ നന്നായിട്ട് പഠിക്കാൻ തീരുമാനിച്ചില്ല. അപ്പോൾ ഓരോരോ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണമല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അവർ നന്നായിട്ട് പഠിച്ച് ഒരു ചാപ്റ്റർ ചിലപ്പോൾ ഒരു 4, 5, 6 ദിവസമൊക്കെ എടുത്തായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ, അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾ 4, 5 ദിവസം എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല സിൻസിയറിറ്റിയോടെ ആയിരിക്കും പഠിക്കുന്നത്, ഡെഡിക്കേഷനോടുകൂടി ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പ്ലാനെങ്കിൽ നിങ്ങളൊരു വലിയ മിസ്റ്റേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് തീർക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ചിലപ്പോൾ സിലബസ് തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾ വളരെ ഡെപ്തിൽ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ബാക്കിയുള്ള അവസാനത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് നോക്കി ഇങ്ങനെ പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാമിന് നിങ്ങൾ സഫർ ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഇപ്പോഴൊക്കെയാണ് പഠിച്ച് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ ചാപ്റ്ററിനും ഒരു ലിമിറ്റിൽ കൂടുതൽ നിങ്ങൾ സമയം കൊടുക്കരുത്. അതായത് നിങ്ങൾ ഒരു ചാപ്റ്ററിന് മോർ ദാൻ 2 days ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഫാക്റ്റാണ്, നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് തീർക്കാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ അങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും, ഞാനൊരു പഠിക്കാത്ത ചാപ്റ്റർ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് പഠിക്കാൻ പറ്റില്ലല്ലോ, ഞാനത് പൂർണ്ണതയിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കില്ലല്ലോ. പഠിക്കില്ല, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. നിങ്ങളോട് ഓരോ ചാപ്റ്ററും പെർഫെക്റ്റ് പഠിക്കാൻ ആരും പറയുന്നില്ല. ഇൻഫാക്റ്റ് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ ചാപ്റ്ററിൽ PhD എടുക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളൊരു 2 days അല്ലെങ്കിൽ 3 days ഒക്കെ വരെ മാക്സിമം പോയാൽ മതി ഒരു ചാപ്റ്റർ. നിങ്ങൾ തീരില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അതിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറ്റില്ല. പക്ഷേ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ 2 ദിവസത്തിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിക്കുക. അതായത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. അതിൽ ചില ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിടുക, ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് വിടുക. പക്ഷേ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അതിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് ആവശ്യം വരും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പെർഫെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പെർഫെക്ഷൻ നമുക്ക് ഇനി ആലോചിക്കുക പോലും വേണ്ട. പക്ഷെ അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഒരു 80% ചാപ്റ്റർ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ആ ഒരു സെറ്റപ്പിൽ ഒരു 70-80% ലെവലിൽ നിങ്ങൾ എത്തിച്ച് വെക്കുകയാണെങ്കിൽ, ഈ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയം ബാക്കിയുണ്ട്. ജാനുവരി, ഫെബ്രുവരി ഒക്കെ സമയമുണ്ട്. ഈവൻ പബ്ലിക് എക്സാമിന് മുൻപുള്ള ദിവസങ്ങളിൽ വരെ നമുക്ക് സമയമുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് ആ 20% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങൾ, കാരണം ഓർമ്മ ഒരു ഫാക്ടറാണല്ലോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്തെടുക്കാൻ, നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള സമയവും ഉണ്ടാവും. അത് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെയാണ് ചെയ്യുന്നതെങ്കിലുള്ള ഏറ്റവും വലിയ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നം, പല കുട്ടികളും ഞാൻ നേരിട്ട് കണ്ടത് നന്നായിട്ട് പഠിക്കുന്നവരെ വരെ ആ ഒരു ട്രാപ്പിൽ വീണ്ടും അവരെന്ത് ചെയ്യും, അവർ നന്നായിട്ട് ഒരു ചാപ്റ്റർ പഠിക്കും. പക്ഷേ എത്ര ചാപ്റ്റർ പഠിക്കും? നന്നായിട്ട് പഠിക്കണമെങ്കിൽ ചിലപ്പോൾ വളരെ കുറച്ച് സിലബസിൻ്റെ ഒരു 40% തീർത്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ കുട്ടികൾ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കും. ആ ചാപ്റ്റർ PhD എടുത്ത പോലെ ഇരിക്കും. എന്ത് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ പബ്ലിക് എക്സാമിൻ്റെ കുറച്ച് മുൻപുള്ള ദിവസങ്ങളിലേക്ക് 2 പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടുക. ഒന്ന്, കുറേ പെൻഡിങ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ പെൻഡിങ് ചാപ്റ്റേഴ്സ് തട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ തട്ടിക്കൂട്ടി പഠിക്കേണ്ടി വരും. അങ്ങനെ തട്ടിക്കൂട്ടി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. എപ്പോഴും ഞാൻ പഠിച്ചില്ല തീർന്നില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് വലിയൊരു ഇഷ്യൂ ആയിരിക്കും ഒന്ന്.
രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ഇല്ലേ, അത് എന്നോ നന്നായി പഠിച്ചു വെച്ചാണ്, 4, 5, 6 ദിവസം എന്നോ നന്നായി പഠിച്ചു വെച്ചാണ്. അന്ന് നന്നായി പഠിച്ചു, പക്ഷേ അതിൽ പല കാര്യങ്ങളും അവസാനമാകുമ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. കാരണം അവർ ഒരു വട്ടമാണ് നന്നായി പഠിച്ചത്, പല പ്രാവശ്യം ഒരു മോഡറേറ്റ് രീതി പഠിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഒരു വട്ടം നിങ്ങൾ എന്ത് കാര്യവും നന്നായിട്ട് പഠിച്ചാലും നിങ്ങൾക്കത് 1-2 മാസം കഴിയുമ്പോൾ ഓർമ്മയിൽ നിൽക്കണം ഒരു നിർബന്ധമില്ല. നേരെ മറിച്ച് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് രീതിയിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കും. അപ്പോൾ ഈ ഓർമ്മയിൽ നിൽക്കാത്തത് ഒരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ സൺഡേത്തെ ലൈവിൽ പറയുന്ന സ്റ്റഡി പ്ലാൻ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ടൈമിൽ ഓരോരോ ചാപ്റ്റർ തീർക്കുക. മനസ്സിലാക്കേണ്ട കാര്യം അത് പെർഫെക്റ്റ് ആയിട്ട് തീർക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് മുൻപ് സമയമുണ്ടാകും. ആ സമയത്തിൽ നമുക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. ഫുൾ കോൺഫിഡൻസോടുകൂടെ ക്രിസ്മസ് എക്സാമും അതുപോലെ പബ്ലിക് എക്സാമും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ബേസിക് പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മക്കളെ ഒരു ടെൻഷനും ഇല്ലാതെ ക്രിസ്മസ് എക്സാമും നിങ്ങളുടെ തീരും, പബ്ലിക് എക്സാമിന് നിങ്ങൾ അടിപൊളി മാർക്കായിരിക്കും വാങ്ങിച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഓരോ ദിവസം ഫോളോ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ, ഓരോ ദിവസം തീർക്കേണ്ട ചാപ്റ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ സൺഡേത്തെ ഈ ടൈമിലുള്ള ലൈവിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈവിൽ കയറി വരണം. ഈ ഒരു ക്രിസ്മസ് എക്സാം തകർക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടേ മക്കളെ, വി ആർ റെഡി എന്നോ അല്ലെ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ഞങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. റിവീൽ ചെയ്യുക മാത്രമല്ല അത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളെ അവിടെ എത്തിക്കുന്നതായിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മക്കളെ. കമൻറ്റ് ബോക്സിൽ എല്ലാവരുടെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബൈ ബൈ.